നമ്മൾ പുതിയൊരു വണ്ടിയായിട്ടാണ് കേട്ടോ ഇന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, റെനോൾട്ട് കൈഗർ. ഈ റെനോൾട്ട് കൈഗറിൽ 5 വേരിയൻ്റാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. RXE, RXL എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷനാണ്, RXT എന്ന് പറയുന്നത് തേർഡ് ഓപ്ഷൻ, RXTO എന്ന് പറയുന്നത് ഫോർത്ത് ഓപ്ഷനാണ്, പിന്നെ ലാസ്റ്റ് വരുന്നത് ഫുൾ ഓപ്ഷൻ RXZ എന്ന് പറയുന്ന വേർഷനാണ്. റെനോൾട്ട് കൈഗറിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം. ഫസ്റ്റ് ഓപ്ഷനിൽ നമുക്ക് AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ഉണ്ടാവും. പിന്നെ നമുക്ക് ബാക്ക് റിവേഴ്സ് സെൻസർ വരുന്നുണ്ട്. പിന്നെ ബാക്കിലെ സീറ്റ് 100% ഫോൾഡിങ് ആയിരിക്കും. പിന്നെ ബാക്ക് AC വരുന്നുണ്ട്, ബാക്ക് ചാർജിങ് പോയിന്റ് വരും, ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരും, സൈഡ് മിറേഴ്സ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെൻറ്റ് വരും, നോർമൽ മ്യൂസിക് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഡേ ടൈം റണ്ണിങ് ലൈറ്റ്, ഹെഡ് ലാമ്പ്, അങ്ങനത്തെ കാര്യങ്ങളാണ് അതിലുണ്ടാവുക. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് 2 എയർ ബാഗ്, ട്രാക്ഷൻ കൺട്രോൾ, ടയർ പ്രഷർ മോണിറ്റർ, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റൻസ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി, ABS CBD, ബ്രേക്ക് അസിസ്റ്റൻസ്, ഇത്രയും കാര്യങ്ങളാണ് അതിൽ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. 858 ഓൺ റോഡ് പ്രൈസ് വരുന്ന വണ്ടി. ഇനി അടുത്തത് വരുമ്പോൾ 9.5 വരുന്നുണ്ട്. അതിൽ വരുമ്പോൾ നമുക്ക് ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം ഉണ്ടാവും, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരും, സ്മാർട്ട് കീ. ഈ കീയിൽ വാക്കവേ ലോക്ക് ഉണ്ടാവും, തൊട്ടടുത്തെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ആവും ചെയ്യും. പിന്നെ ബാക്കിലെ സീറ്റ് 60-40 സ്പ്ലിറ്റ് സീറ്റ് ആയിരിക്കും. ബാക്ക് സീറ്റിൽ ആംബ്രസ്റ്റ് ഉണ്ടാവും. പിന്നെ റിവേഴ്സ് ക്യാമറ ഉണ്ടാവും, ബാക്ക് വൈപ്പർ ഉണ്ടാവും, വാഷർ ഉണ്ടാവും. പിന്നെ നമുക്ക് മൾട്ടി സ്പോക്ക് റിം ഉണ്ട്. അതായത് റിമ്മ് നമുക്ക് കണ്ട അലോയ് പോലെ തോന്നിക്കുന്ന വീലായിരിക്കും അതിലുണ്ടാകുക. അതാണ് അത്. പിന്നെ സ്റ്റീരിയോ മോണ്ടോ ഓഡിയോ കൺട്രോൾസും ഉണ്ടാവും. അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് 9.5 വരുന്നുണ്ട്. അടുത്ത് നമുക്ക് വരുന്നത് RXTO എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അത് വരുമ്പോൾ ഇപ്പം പറഞ്ഞ വണ്ടിയിൽ നിന്ന് അലോയ് വീല് വരും. പിന്നെ ഈ ടച്ച് സ്ക്രീൻ മ്യൂസിക്സ് 2-ലും ഇതിൽ വയർലെസ് ആയിരിക്കും, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ. നേരത്തെ പറഞ്ഞതിൽ വയേർഡ് ആയിരിക്കും. LED ഹെഡ് ലാമ്പും വരും. മറ്റേ ഇപ്പം പറഞ്ഞ മോഡലിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് ആയിരിക്കും ഈ സെക്കൻഡ് ഓപ്ഷനിൽ വരും. ലാസ്റ്റ് ഓപ്ഷനാണ് നമുക്ക് ഇനി അടുത്ത് വരുന്ന RXZ എന്ന് പറഞ്ഞ മോഡലാണ്. അത് വരുമ്പോൾ നമുക്ക് മൾട്ടി സെൻസി ഡ്രൈവ് മോഡ് വരും. പിന്നെ ഇന്റീരിയർ ആംബിയൻ ലൈറ്റ് വരുന്നുണ്ട്, ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവില്ല, മാനുവലി ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് അതിൽ വരുന്നത് ഈ റൂഫ് റെയിൽ, ഫംഗ്ഷണൽ റൂഫ് റെയിൽ ഇതിന്റെ തൊട്ട് മുമ്പുള്ള വേരിയന്റ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫംഗ്ഷണൽ റൂഫ് റെയിൽ. പിന്നെ നമുക്ക് ടേക്ക് എ ബ്രേക്കിന്റെ റിമൈൻഡറും കാര്യങ്ങളും വരും. താഴത്തുള്ള ഗ്ലോ ബോക്സ് ഈ ഗ്ലോ ബോക്സ് കൂൾഡായിരിക്കും. ഇത് നമുക്ക് തേർഡ് വേരിയന്റ് മുതലാണ് ഈ ഗ്ലോ ബോക്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ 8.5 വണ്ടി പറഞ്ഞല്ലോ, അതിൽ ഈ ഗ്ലോ ബോക്സ് വരുന്നില്ല, ഈ മേലെ വരുന്ന ഗ്ലോ ബോക്സ് വരുന്നില്ല. പിന്നെ നമുക്ക് വെൽക്കം ഗുഡ് ബൈ സീക്വൻസ് ഉണ്ടാവും. അതായത് സൈഡ് മിറേഴ്സ് നമുക്ക് ഫോൾഡിങ് ഉണ്ടാവും. ഈ കീയുടെ അടുത്തേക്ക് വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഫോൾഡ് ആവും, അൺഫോൾഡ് ആവും. പിന്നെ നമുക്ക് അതിൽ വരുന്ന വയർലെസ് ചാർജർ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. ഫ്രണ്ട് സ്കിഡ് പ്ലേറ്റും ടർബോലും വരും. പിന്നെ സീറ്റ് ലെതർ ഫിനിഷ് ആയിട്ടുണ്ട്, സെമി ലെതർ ഫിനിഷ് കേട്ടോ, ഫുള്ളി ലെതറല്ല, സെമി ലെതർ ഫിനിഷ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സൈഡ് മിറർ വെൽക്കം സീക്വൻസും വന്നിട്ടുണ്ട്. ഓരോ വണ്ടിയിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരുന്നതെന്ന് കറക്റ്റ് കൊടുത്തു. ഇപ്പം RXL-ലാണ് നമ്മൾ 858 പറഞ്ഞിരിക്കുന്നത്. അതിൽ വരുന്ന ഷാർക്ക് ഫിൻ ആൻറ്റിന, പിന്നെ വീൽ കപ്പ് വരുന്നത്, ഫ്രണ്ട് ക്രോമും കാര്യങ്ങളും വരുന്നതാണ് ഇത് വരുന്നത്. ഓട്ടോ സിസ്റ്റം, അതായത് ഓഡിയോ സിസ്റ്റം വരുന്നത് സാധാരണ ഒരു നോർമൽ ഓഡിയോ സിസ്റ്റം, ടച്ച് സ്ക്രീൻ അല്ല നമുക്ക് വരുന്നത്. പിന്നെ അതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ടാവും, റിമോട്ട് കീലെസ് എൻട്രി ഉണ്ടാവും, ഡേ നൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻറ്റേർണൽ മിററിലുണ്ടാവും, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെൻറ്റ് സൈഡ് മിറർ ഉണ്ടാവും. പിന്നെ ബാക്കിലേക്ക് AC വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ ആയിരിക്കും, ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, ബാക്ക് ഡിക്കിക്ക് മേളിൽ നമുക്കൊരു പാർസൽ ഷെൽഫ് വരുന്നുണ്ട്. പിന്നെ ടിൽറ്റ് സ്റ്റിയറിംഗ് വരുന്നുണ്ട്, ഇമ്പാക്ട് സെൻസിങ് ഡോർ ലോക്കും സ്പീഡ് സെൻസിങ് ഡോർ ലോക്കും സേഫ്റ്റി ഫീച്ചറായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് RXT-ലേക്ക് വരുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഫ്ലെക്സ് വീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട അലവീൽ പോലെ തോന്നിക്കുന്ന വീലിനാണ് ഫ്ലെക്സ് വീൽ എന്ന് പറയുന്നത്. നമുക്ക് അലവീലല്ല, നമുക്ക് നോർമൽ വീലാണ് വരുന്നത്, മൾട്ടി സ്പോക്ക് വീൽ എന്നൊക്കെ പറയും. അപ്പോൾ അത് വരുന്നുണ്ട്. പിന്നെ SUV സ്കിഡ് പ്ലേറ്റ് എന്ന ബമ്പറിൻ്റെ ഏറ്റവും താഴത്ത് നമുക്ക് ഒരു വരുന്ന സാധനം SUV സ്കിഡ് പ്ലേറ്റ് ഉണ്ടെന്ന്. പിന്നെ നമുക്ക് വരുന്ന 60-40 സ്പ്ലിറ്റ് സീറ്റ് ഉണ്ടായിരിക്കും, ബാക്കത്തെ സീറ്റ് 60-40 സ്പ്ലിറ്റ് സീറ്റ് ആയിരിക്കും. ISO ചൈൽഡ് സീറ്റ് ഫിക്സും ഉണ്ടാവും. പിന്നെ ബാക്കിലെ സീറ്റിൽ ആംബ്രസ്റ്റും കപ്പ് ഹോൾഡറും ഉണ്ടാവും. ഓക്കെ. പിന്നെ സ്റ്റീരിയോ മൗണ്ടർ ഓഡിയോ കൺട്രോൾസ് ഉണ്ടാവും, ബ്ലാക്ക് ഡോർ ഹാൻഡിൽസ് ഉണ്ടാവും. ഓഡിയോ സിസ്റ്റം നമുക്ക് വരുന്ന ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം ആയിരിക്കും. അത് 20.32 സെൻറ്റിമീറ്റർ വരുന്ന സാധനമാണ്. അതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഉണ്ടാവും, വയേർഡ് ആയിരിക്കും. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, സ്മാർട്ട് കീ വരുന്നത്, ബാക്ക് ക്യാമറ വരുന്നുണ്ട്, ഡ്രൈവർ സൈഡ് വിൻഡോ സിംഗിൾ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും. ഒറ്റ ടച്ചിൽ തന്നെ താഴോട്ട്, ഒറ്റ ടച്ചിൽ തന്നെ മേലോട്ട് വരും. അതിൽ തന്നെ ആൻറ്റി പിഞ്ചി ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. ചൈൽഡ് ലോക്കിംഗ് സിസ്റ്റം
എല്ലാത്തിലും വരുന്നുണ്ട്. എല്ലാത്തിലും ആ, ബാക്കിലാണ് വരിക. അടുത്ത് നമുക്ക് RXT O എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ, 4 വേരിയൻ്റ് മൂന്നാമത്തെ ഓപ്ഷൻ. അതിൽ നമുക്ക് LED ഹെഡ് ലാമ്പ് വരുന്നത്. അതുവരെ നമുക്ക് ഹലോജൻ ആയിരിക്കും, അത് മറിട്ട് LED ആയിരിക്കും. പിന്നെ നമ്മൾ റൂഫ് റെയിൽ, ഫങ്ഷണൽ റൂഫ് റെയിൽ വരുന്നുണ്ടല്ലോ, മേലെ വരുന്ന റൂഫ് റെയിൽ, അത് ഈ മൂന്നാമത്തെ ഓപ്ഷനാണ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് സെമി ലെതർ സീറ്റ്. പിന്നെ നമുക്ക് ഡയമണ്ട് കട്ട് അലോയ് വീൽ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിരിക്കും. സൈഡ് മിറർ ഫോൾഡിംഗ് ഉണ്ടാവും. ഓട്ടോമാറ്റിക് AC വരും. ഇനിയാണ് ഏറ്റവും ടോപ്പ് എൻഡ് വരുന്നത് ഈ വേരിയന്റ്, RXZ തന്നെ വേരിയന്റ്. നമുക്ക് ഇത് ലെതർ ഫിനിഷ് ആയിരിക്കും, ഫുള്ളി ലെതർ ഫിനിഷ് ആയിരിക്കും സ്റ്റിയറിംഗ് വീൽ ഉണ്ടാകുക. പിന്നെ നമുക്ക് മൾട്ടി സെൻസ് ഇൻ ഡ്രൈവ് മോഡ് ഉണ്ടാവും. പിന്നെ നമുക്ക് ഈ TFT ഉണ്ടല്ലോ, ഈ മീറ്റർ ഇതിലേ വരുള്ളൂ. ഇതിന്റെ താഴത്തൊക്കെ നമുക്ക് ഇതിപ്പോൾ ഒരു 7 ഇഞ്ചിന്റെ സ്ക്രീനാണ്, അത് 3 ഇഞ്ചിന്റെ സ്ക്രീനും പിന്നെ ഡിജിറ്റൽ ടാക്കോമീറ്റർ, ഈ സൈഡിൽ കാണുന്ന ഡിജിറ്റൽ ടാക്കോമീറ്റർ ഫുൾ ആയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് വരുന്നത് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലല്ല മാനുവലാണ് വരുന്നത്. പിന്നെ വയർലെസ് ചാർജർ വരുന്നുണ്ട്. ആർക്കമിസ് മ്യൂസിസ്റ്റ് ആണ് വരുന്നത്. ഇതിൽ 3D ആയിരിക്കും ഫുൾ ഓപ്ഷൻ. 2 ട്യൂട്ടേഴ്സും കൂടി വരും. ബാക്കിയുള്ളതിലൊക്കെ 2 സ്പീക്കേഴ്സ് മാത്രം, 4 സ്പീക്കേഴ്സ് മാത്രമേ ഉണ്ടാവും, 2 ട്യൂട്ടേഴ്സും കൂടി വരും. പിന്നെ നമുക്ക് വരുന്നത് ഇത് ഓട്ടോ ഡിമ്മിങ് IRVMs വരും. വെൽക്കം സീക്വൻസ് വരും, അതായത് നമ്മൾ വണ്ടീൻ്റെ അടുത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോൾഡ് ആവും, അൺഫോൾഡ് ആവുന്നതും വരും. ഫുൾ ഓപ്ഷൻ 11-14, അതിൻ്റെ തൊട്ട് താഴത്തുള്ളതിന് 10-21, അതിൻ്റെ താഴത്തുള്ള 9-63, അതിൻ്റെ താഴത്ത് 8-59 വരുന്നുള്ളൂ. അതൊരു വർത്ത് വണ്ടിയാണ്. ടച്ച് സ്ക്രീൻ ഒന്നും ഉണ്ടാവില്ല, നോർമൽ മ്യൂസിസ്റ്റ് ആണ് ഉണ്ടാവുക.